എല്ലാവർക്കും നമസ്കാരം. പഴനി ക്ഷേത്രത്തിലേക്ക് പാലക്കാട് നിന്ന് നടന്നുള്ളൊരു യാത്രയിലാണ് ഞാൻ. എന്നോടൊപ്പം 20ഓളം പേരുണ്ട്. ഞങ്ങളുടെ ടീം ലീഡർ സുമതി ആണ് ഈ വേലും പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് രാവിലെ ഒരു 8 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. 40 കിലോമീറ്ററാണ് ഒരു ദിവസം ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെ 2.5 ദിവസം കൊണ്ട് പഴനിയിലെത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള യാത്രയാണ്. വഴിയിൽ മുറി ബുക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ടെമ്പോയിലാണ് ഞങ്ങൾ പോകുന്നത്. ടെമ്പോയുടെ മുകളിൽ മറച്ച് കെട്ടിയിട്ടുണ്ട്. വെയിൽ കൊള്ളാതിരിക്കാൻ അല്പം വിശ്രമിക്കേണ്ടി വന്നാൽ ഇതിനകത്ത് കയറിയിരിക്കുക. സന്തോഷമായിട്ട് പാട്ടും പാടിയാണ് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്നത്. എല്ലാവർക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും നമ്മൾ ജനിക്കുമ്പോൾ അമ്മയും മണ്ണും മാത്രം കണ്ടാണ് വരുന്നത്. അപ്പോൾ അതിനിടയിൽ തന്ന ജീവിതം ഭഗവാന്റെ നമ്മളുടെ ദാനമാണ്. ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഭഗവാന്റെ പാട്ടുപാടി വേൽമുരുക ഹരോഹര എന്നുള്ള പാട്ടൊക്കെ പാടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നല്ല ഭക്തിയുണ്ട് കൂടെയുള്ള എല്ലാവർക്കും തന്നെ. അപ്പം അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി ഡാൻസ് ചെയ്യും, പാട്ടുപാടുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു തോട്ടമാണ്, ഉച്ചക്കത്തെ വിശ്രമമാണ്. ഇവിടെ ഷീറ്റൊക്കെ വിരിച്ച് എല്ലാവരും കിടന്നുറങ്ങുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഞങ്ങൾക്ക് വൈകുന്നേരത്തെ ചായ പലഹാരങ്ങളെല്ലാം കരുതിയിട്ടുണ്ട്. വളരെ നല്ല സ്വീകരണമാണ് ഇവിടെ. ഞങ്ങളെപ്പോലെ ഒരുപാട് പേര് ഇവിടെ നിത്യേന വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നുണ്ട്. വൈകുന്നേരം രാത്രിയിലത്തെ ഭക്ഷണവും ഇവിടെ ലഭ്യമാണ്. പക്ഷെ ഞങ്ങൾ അല്പം കാലിൻ്റെ ക്ഷീണം തീർത്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നടക്കാൻ തുടങ്ങും. ഒരുപാട് നേരം അങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇത് ടെമ്പോ ഞങ്ങളുടെ സാധനങ്ങളൊക്കെയാണ്. ഒരല്പം നേരം ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഞാൻ. വീണ്ടും ഇവിടെ നിന്ന് എത്ര വേണേലും നമുക്ക് കുടിക്കാനുള്ള ചായയോ കാപ്പിയോ കിട്ടും. നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. വെയിലാണ്, ചൂടുണ്ട്. അങ്ങനെ പൊള്ളാച്ചി കഴിഞ്ഞ് ഉഞ്ഞാലംപെട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് ഞങ്ങൾക്ക് എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനം. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഇതുപോലെയുള്ള തോട്ടങ്ങളിലൊക്കെ ആൾക്കാർ വിശ്രമിക്കുന്നതുമൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ സന്ധ്യാകാറായിട്ടില്ല, 4 മണിയൊക്കെ കഴിഞ്ഞ് ചൂട് കാരണം ഒരു കടത്തിണ്ണയിലിരിക്കുകയാണ്. വഴിയിൽ നീളെ ജ്യൂസ് ഉണ്ട്, ഓറഞ്ച് കിട്ടും, കുപ്പിവെള്ളം തരും, അതുപോലെ പഴം, ചുക്ക് കാപ്പി എല്ലാമായിട്ട് ആളുകൾ ഇങ്ങനെ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ചിലർ ഭക്ഷണ പാക്കറ്റുകൾ വഴിയോർത്ത് വെച്ചിട്ടുണ്ട്, എടുത്തിട്ട് പോകാം. ഇത് രാത്രി കിടക്കുന്ന സ്ഥലമാണ്. ഷീറ്റ് വിരിച്ച് എല്ലാവരും നിലത്താണ് കിടക്കുന്നത്. അവിടെ നിന്ന് വെളുപ്പിന് 1 മണിക്ക് എഴുന്നേറ്റ് നടക്കണം. ഇതിപ്പോൾ നേരം വെളുത്ത് ഒരു 8-9 മണി വരെ, രാത്രി ഏകദേശം 1 മണിയോടുകൂടി നടക്കാൻ തുടങ്ങിയതാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഏതെങ്കിലും മരച്ചുവട്ടിലോ അല്ലെങ്കിൽ തണലുള്ളിടത്തോ അല്പം വിശ്രമിക്കണം. ഇവിടെ കൃഷികളൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നും. അന്യനാട്ടിലുള്ളവർ കൃഷി എടുത്തിട്ടാണ് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് എന്ന ഓർമ്മ. അതുപോലെ ഞങ്ങളൊക്കെ വിശ്രമിക്കുകയാണ്. ഒരല്പം ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ വണ്ടിയിൽ ഇതുപോലെ ഇരുന്ന് വിശ്രമിക്കാം. അപ്പോൾ ഒരു സെറ്റ് ഇറങ്ങി നടക്കാൻ തുടങ്ങും. വീണ്ടും വണ്ടി കുറച്ച് നേരം തണലിൽ കിടന്നു കഴിഞ്ഞാൽ വീണ്ടും ഇറങ്ങി നടക്കാൻ തുടങ്ങും. ഇത് ഉച്ചഭക്ഷണത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഓരോരുത്തർക്കും കഴിക്കാനുള്ള അരിയുടെ മുകളിൽ അത് ആര് കഴിക്കണമെന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറയും. അതുപോലെ ഞങ്ങൾക്ക് കഴിക്കേണ്ട ഭക്ഷണം ഞങ്ങൾക്ക് ഒരു പരിചയവുമില്ലാത്ത ആരോ ഉണ്ടാക്കി വൃത്തിയായി വിളമ്പി തരുന്നു. ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അവർ വെള്ളവും എല്ലാ സാധനങ്ങളും എത്തിച്ചു തരുന്നു. അപ്പോൾ ഇതൊക്കെ ഈശ്വരൻ്റെ കരുതലാണ്. അപ്പോൾ ഈ ഈശ്വരനെക്കുറിച്ച് ചിന്തയില്ലാത്തത് കൊണ്ടാണ് ഇന്ന് മനുഷ്യനിൽ അതിമോഹം വളരുന്നത്. ഞാനിവിടെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അല്പനേരം ഇങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും കാലിൻ്റെ ക്ഷീണം തീർത്ത് നടക്കാൻ തുടങ്ങണം. അങ്ങനെ ജീവിതത്തിൽ ഇതുവരെ ഒരു പുസ്തകത്തിലും പഠിക്കാത്ത പാഠങ്ങളാണ് പഠിക്കുന്നത്. ശങ്കരാചാര്യരൊക്കെ ഭാരതത്തിലുടനീളം സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ കാൽനടയെ ഇതെങ്ങനെ സാധിച്ചു എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഉറപ്പാണ് അത് സാധ്യമാണ്. കാരണം ഒരു ദിവസം 40 കിലോമീറ്റർ സഞ്ചരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭാരതം മുഴുവനും ഒരു കൊല്ലം കൊണ്ട് ഒക്കെ നടന്ന് എത്താൻ സാധിച്ചെന്ന് വരും. അപ്പോൾ ഒരിക്കലും 1 കിലോമീറ്ററിനപ്പുറം നടക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ഞാൻ പോലും ഒരു ദിവസം 40 കിലോമീറ്റർ താണ്ടാൻ കഴിയുന്നു എന്ന ഒരു ബോധ്യപ്പെടലിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കാലിനടിയിൽ പൊള്ളലൊക്കെ ഉണ്ടായാലും ഇതുണ്ടോ, ഞങ്ങൾ മരുന്നൊക്കെ പുരട്ടി കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം
ഒരു ബാൻഡേജൊക്കെ ഒട്ടിച്ച് വീണ്ടും ഇറങ്ങി നടക്കാൻ തുടങ്ങും. ഇവിടെ ഒരു പുഴയുണ്ട്, ചിലർ പുഴയിൽ കുളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഹാപ്പിയാണ്. എന്തായാലും ദുരിതമാണല്ലോ അല്ലെങ്കിൽ കഷ്ടപ്പാടാണല്ലോ എന്നൊരു ചിന്ത പോലും ഞങ്ങൾക്ക് തോന്നുന്നില്ല. അങ്ങനെ എല്ലാവരും സന്തോഷമുള്ള മുഖത്തോടു കൂടിയിട്ടാണ് നടക്കുന്നത്. നടന്ന് കാലിന് ക്ഷീണം തോന്നാലും ആർക്കും ഈ യാത്ര ഒരു ബോറാണെന്നോ അല്ലെങ്കിൽ അനാവശ്യമാണെന്നോ അന്ധവിശ്വാസമാണെന്നോ ഉള്ള തോന്നലേ ഇല്ല. അപ്പോൾ ഈ ആചാരങ്ങളൊക്കെ പഴമക്കാരുണ്ടാക്കി വെച്ചത് എത്ര നല്ല കാര്യമാണ് എന്നൊരു തോന്നലാണ് ഇപ്പോഴുള്ളത്. വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലൈറ്റൊക്കെ കാണുമ്പോൾ അടുത്ത് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് എന്നൊരു സൂചനയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വഴിയോരത്ത് നിന്ന് കഴിക്കാം, അല്ലെങ്കിൽ അവിടെ വീടോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലേക്ക് കയറിയിരുന്ന് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏത് വീട്ടിൽ കയറി ചെന്നും വെള്ളമോ ഭക്ഷണമോ ഒക്കെ ചോദിച്ചാൽ മനുഷ്യർ സ്നേഹമുള്ളവരാണ് എന്നൊരു തിരിച്ചറിവ്. ഇതാ ഞങ്ങൾ ശരവണപ്പൊയ്ക എന്ന് പറയുന്ന സ്ഥലത്തിന് അതിൻ്റെ മുകളിലെ പാലത്തിൽ കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ഭഗവാന്റെ ഒരു കെട്ടുകാഴ്ച വഴിയോരത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്, നല്ല പാട്ടുമൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ തൊഴുതു മനസ്സ് നിറഞ്ഞാണ് ഞങ്ങളിവിടെ എത്തി നിൽക്കുന്നത്. കാരണം പഴനി വരെ നടക്കാൻ സാധിച്ചു എന്നുള്ളതൊരു വലിയ ജീവിതാനുഭവമാണ്. ഇവിടെ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കരുതിയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് വെയിലും പിടിച്ച് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. വെയിലെടുത്ത് പോകുന്നത് ഒരു വഴിപാടാണ്. ചിലർ കാവടി എടുത്തിട്ട് പോകും, ചിലർ പീലിക്കാവടിയുണ്ട്, അതുപോലെ പാൽക്കാവടിയുണ്ട്, വെയിലുണ്ട്, ഇങ്ങനെ പലതും എടുത്തിട്ടാണ് മല കയറുന്നത്. വീണ്ടും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി കുറച്ച് ദൂരം കൊണ്ടേ ഉള്ളൂ പഴനിയിലേക്ക് എത്താനായിട്ട്. അവിടെ അടുക്കാറായി. ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ മുൻപിലും പുറകിലും സംഘമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ സൂര്യൻ കാണാൻ സാധിക്കുന്നുണ്ട്. സൂര്യൻ ഉദിച്ചുയർന്ന് വരുന്നു. ഞങ്ങൾ പഴനിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വിചാരിച്ചതിനേക്കാൾ അല്പം നേരത്തെ തന്നെ പഴനിയിലെത്താനായിട്ട് സാധിച്ചു. ഭഗവാൻ ഞങ്ങളെ നോക്കി അനുഗ്രഹിക്കുന്നത് പോലെ ഒരു തോന്നലാണ്. ഇത്രയും നടന്ന് എത്താൻ സാധിച്ചു എന്ന ഒരു കാര്യം എനിക്ക് പല പരീക്ഷകൾ ജയിച്ചതിനേക്കാളും സന്തോഷം തരുന്ന ഒരു അനുഭവമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. അങ്ങനെ ഉദയസൂര്യനെയൊക്കെ കണ്ട് പഴനി ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ നടക്കുന്ന മണ്ണിലൂടെ എത്രയോ പാദങ്ങൾ കടന്നു പോയിരിക്കുന്നു, എത്രയോ നൂറ്റാണ്ടുകളിലൂടെ എന്നൊരു ഓർമ്മ എനിക്കുണ്ട്. അതാ സൂര്യൻ നല്ല മാതിരി പ്രകാശിക്കുന്നു. ഇത് പഴനി ക്ഷേത്രത്തിലേക്ക് പോകുന്ന സ്ട്രീറ്റിൽ എൻ്റെ ആ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ ഇത് പെരിയ നായകി ക്ഷേത്രം, മുരുകൻ്റെ ഭാര്യമാരിൽ ഒരാളുടെ പേരിലുള്ള ക്ഷേത്രമാണ്. ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾ ആരും കുളിച്ചിട്ടില്ല. ഇപ്പോൾ രാവിലെ ഇവിടെ എത്തി. ഇനി ഒരു ഹോൾ ഇവിടെ എടുത്തിട്ടുണ്ട്, അവിടെ പോയി കുളിച്ച് അവിടെ ഏറെ നേരം വിശ്രമിക്കാനൊന്നും പറ്റില്ല. ഉടനെ തന്നെ മല കയറണം. പിന്നെ ഭഗവാനെ കണ്ട് തൊഴുത് അവിടെ അന്നപ്രസാദമൊക്കെ കഴിച്ച് മലയിറങ്ങി തിരികെ വീട്ടിലേക്ക് പോകണം. സൂര്യഭഗവാൻ നന്നായി പ്രകാശിക്കുന്നുണ്ട്. ഒരു നല്ല കാലാവസ്ഥയിൽ തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ, തണുപ്പുണ്ട്. എന്നാൽ അത്യാവശ്യത്തിന് സൂര്യൻ്റെ ഒരു ഇളംവെയിലിൻ്റെ സുഖവുമുണ്ട്. ദൂരെ നമുക്ക് പഴനിമല കാണാൻ സാധിക്കും. അങ്ങനെ ഈ പ്രകൃതിയിൽ തന്നെ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉള്ള ഒരു മണ്ണായിട്ടാണ് തോന്നുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.